എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി വീഡിയോ എടുത്തിട്ട് ഒരു രണ്ടാഴ്ചേൻ്റെ മുകളിലായി, ഒരു 2-3 ആഴ്ചയായി വീഡിയോ എടുത്തിട്ട്. കാരണം ഇപ്പം നേഴ്സറിയിൽ നമ്മൾ ഓരോരോ സ്റ്റോക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് സാധനങ്ങളെല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വീഡിയോ എടുക്കലും പരിപാടിയൊന്നും നടക്കുന്നൊന്നുമില്ല. അപ്പം കുറച്ച് നാൾക്ക് ശേഷം ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഞാനും പപ്പയും കൂടി ഒന്ന് ആലത്തൂർ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് മുന്നേ നമുക്ക് കിട്ടിയതാണ്. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവരാം, നമ്മളൊന്ന് തിരക്കൊന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കൊണ്ടുവരാമെന്ന് വെച്ച് അങ്ങനെ നമ്മൾ നാളെ, അതായത് ഇപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം നേഴ്സറിയിൽ സാധനമെല്ലാം കയറ്റി നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ആലത്തൂരാണ് ലൊക്കേഷൻ, ആലത്തൂർ അവിടെ എവിടെയോ ആണ്. നമ്മൾ ഇപ്പം സമയം 10 മണി ആവാറായി. 10 മണി നമ്മളിപ്പോൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാധനം കവുങ്ങാണ്. 1800 ഇൻ്റർമോയിന്നർ ആണ് നമ്മൾ കൊണ്ടുവന്നത് കസ്റ്റമറിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളിപ്പം സാധനം എല്ലാം കയറ്റി ഞാൻ കാണിച്ചു തരാം. വൈകുന്നേരം നേഴ്സറിയിൽ മൊത്തം തിരക്കായിരുന്നു, അല്ലെങ്കിൽ ഇത് കയറ്റുമ്പോഴേ ഞാൻ ഒരു വീഡിയോ എടുത്തേനെ. അപ്പോൾ അങ്ങനെ മൊത്തം 1800 കവുങ്ങ് നമ്മൾ കയറ്റി. അപ്പം ഇനി നേരെ വിടുവാണ്. ഇനി അവിടെ എത്തി ഞാൻ ബാക്കി വീഡിയോ കാണിച്ചു തരാം. ഇപ്പം സമയം രാവിലെയായി, ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിങ്ങോട്ടേക്ക് കയറുമ്പം തന്നെ പാലക്കാടിൻ്റെ ഭംഗിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നമ്മൾ കയറിയപ്പോൾ തന്നെ എവിടെ നോക്കിയാലും ഈ കൃഷി സ്ഥലമാണ്, പാടം, ഈ വക സാധനങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലും കാണാൻ. എനിക്ക് കണ്ടതിൽ ഏറ്റവും നല്ലൊരു പാടം ഞാൻ കണ്ടത് ഇതാണ്. അപ്പോൾ ഇത് കണ്ടപ്പം ഞാൻ എന്നാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഒന്ന് മൊത്തത്തിലൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഇവരുടെ വീട്ടിലെത്തി. കസ്റ്റമറിൻ്റെ വീട്ടിൽ തന്നെയാണ് നമ്മൾ സാധനം ഇറക്കി വെക്കേണ്ടത്. അപ്പം ഇവർ നമ്മളെ നേരത്തെ എത്തുമെന്ന് വിചാരിച്ച് നമ്മളെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളെത്താൻ കുറച്ച് വൈകി, കാരണം നമുക്ക് കണ്ണൂർ നല്ല ബ്ലോക്കായിരുന്നു. വളപട്ടണം ആ ഭാഗത്തൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അവിടെ കുറേ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അവിടെ കുറച്ച് ലേറ്റായി. അതനുസരിച്ച് നമ്മളിവിടെ എത്താനും ലേറ്റായി. ഇവിടുത്തെ ചേച്ചി അങ്ങനെ ഒരു ചായ എല്ലാം വെച്ച് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. ഇനി ഈ ചായ കുടിച്ചിട്ട് എനിക്കൊന്ന് പോയി ഉറങ്ങണം. കാരണം അവിടെ നിന്ന് രാത്രി മൊത്തം വണ്ടി ഓടിച്ച് വന്നതുകൊണ്ട് ഇനി ഒന്ന് കുറച്ച് നേരം ഉറങ്ങി അപ്പോഴത്തേക്കും സാധനങ്ങളെല്ലാം ഇറക്കി കഴിയും. നമ്മളങ്ങനെ ഇവിടെയെല്ലാം സാധനമെല്ലാം മൊത്തം ഇറക്കി കഴിഞ്ഞു. നമ്മൾ ഈ വീട്ടുകാരായിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ആയി. കാരണം എന്താ പറയുക, ഒരു കൊല്ലം 2 കൊല്ലം മുന്നേയൊക്കെ നമ്മൾ പരിചയമായ പോലെയാണ് ഇവർ നമ്മളോട് ഇടപഴകിയതും ഒക്കെ. അപ്പം
നമ്മൾ ഇവരുടെ പുതിയ വീട് പണിയുന്നുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ കൊണ്ട് കാണിച്ച് അപ്പോൾ സാധനമെല്ലാം നമ്മൾ ഇറക്കി. അപ്പം നമ്മളിനി ഇവിടുന്ന് നേരെ തൃശ്ശൂർക്കാണ് പോകാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കുതിരാൻ ടണലിലേക്ക് കയറുന്നത്. കാരണം ഈ ഭാഗത്തൂടെ നമുക്കങ്ങനെ വരേണ്ട ഒരു ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പം കോയമ്പത്തൂർ സത്യമംഗലം പോവുകയാണെങ്കിൽ കോഴിക്കോട് നിന്ന് പാലക്കാട് വന്ന് അങ്ങനെ കോയമ്പത്തൂർ പോവുകയാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ ഈ ഒരു സാധനം കൊടുക്കേണ്ട വന്നതുകൊണ്ട് എനിക്കങ്ങനെ ഇതിനകത്തൂടെ ഒന്ന് വണ്ടി ഓടിച്ച് പോകാനും എനിക്ക് സാധിച്ചു. കാരണം എൻ്റെ വളരെ കാലത്തെ ആഗ്രഹമാണ് ഇതിൻ്റെ അകത്തൂടെ ഒന്ന് വണ്ടി ഓടിച്ച് പോകണമെന്ന്. അപ്പം അതും അങ്ങനെ സാധിച്ചു. സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ തൃശ്ശൂർ മണ്ണൂത്തിയിലെത്തി. ഇനി നമുക്ക് വണ്ടിയിൽ ഫുൾ ലോഡ് സാധനമാക്കാനുണ്ട്. കസ്റ്റമർ കുറേ സാധനങ്ങളൊക്കെ ചോദിച്ച് വന്നതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് നമ്മളപ്പോൾ ഇനി ഇവിടുന്ന് അതൊക്കെ ഉണ്ടോ എന്ന് നോക്കി ഇനി അതെല്ലാം എടുക്കണം. അങ്ങനെ വണ്ടിയിൽ ഫുൾ ലോഡ് സാധനം ആക്കാനുണ്ട്. നമ്മളങ്ങനെ അടുത്ത നഴ്സറിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം മുക്കാൽ ഭാഗം ലോഡ് കയറി. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സൊക്കെ എടുക്കാനുണ്ട്. നമ്മളിപ്പോൾ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ടാഗ് കുറച്ച് നമ്മൾ ഇടാനുണ്ട്. കാരണം എല്ലാത്തിലും ടാഗ് ഇല്ലെങ്കിൽ നമ്മൾ നഴ്സറി എത്തിയിട്ട് നമ്മൾ സാധനം ഇറക്കാൻ നോക്കുമ്പോൾ സാധനം ചിലപ്പോൾ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് സമയമില്ല. അപ്പം ഇവിടെ സ്റ്റാഫും കുറവാണ്. അപ്പം നമ്മൾ ഇവരുടെ കൂടെ ഇനി ടാഗ് പ്ലാന്റ്സിൽ ഇടാൻ വേണ്ടി ഒന്ന് കൂടണം. അതും കൂടെ ഒന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനങ്ങൾ ഇവരെ കൂടെ കയറ്റാൻ തുടങ്ങും. അപ്പം നമ്മളിപ്പോൾ ഏകദേശം സാധനമെല്ലാം കയറ്റി ബാക്കിലെത്താറായി. കണ്ടില്ല, നമുക്ക് മാംഗോസ്റ്റിൻ്റെ ചെറിയ തൈകളൊക്കെ എത്തിയിട്ടുണ്ട്. നഴ്സറിയിൽ കുറേ പേര് വന്ന് ചോദിക്കുന്നതാണ് മാംഗോസ്റ്റിൻ്റെ വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. പിന്നെ കുറച്ച് പ്ലാവ്, പിന്നെന്താ കുറച്ച് മാവിൻ്റെ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമുക്ക് അബിയു, പിന്നെ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസ് കുറച്ചൊക്കെ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരൊക്കെ നമ്മുടെ നഴ്സറിയിലേക്ക് വന്നു. നമുക്ക് സാധനം സ്റ്റോക്ക് ഇപ്പോൾ റെഡിയാണ് കൊടുക്കാൻ വേണ്ടി. ഇവിടുന്ന് സാധനം കയറ്റി കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ നാട്ടിലേക്കാണ്. ഇനി ഇവിടുന്ന് ഫുൾ ലോഡാക്കി സാധനമെല്ലാം മൊത്തം കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫുൾ ലോഡാക്കിയിട്ടുണ്ട്. ഇനി നല്ല ലോഡാണ് ഇത്തവണ. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നഴ്സറിയിലേക്ക് വരിക. നമ്മുടെ നഴ്സറി വരുന്നത് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്ത് വൈപ്പിര്യം എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ നമുക്ക് ചെറുപുഴയുണ്ട്, പിന്നെ ഒന്ന് കർണാടക സുഡ്ലിയിലും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.